ചരിത്രാന്വേഷികൾക്ക് കൗതുകവും ഭക്തസഹസ്രങ്ങൾക്ക് വിശ്വാസ തീവ്രതയും സമ്മാനിക്കുന്ന കരിങ്കൽ കുരിശിൻ ചുവട്ടിൽ നടന്ന പുറത്തു നമസ്കാരം ക്രൈസ്തവ വിശ്വാസത്തിന്റെ നേർക്കാഴ്ചയായി. 3 നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് കടുത്തുരുത്തി വലിയ പള്ളിയിൽ നടന്ന സവിശേഷ ചടങ്ങായ പുറത്തു നമസ്കാരത്തിൽ പങ്കെടുത്തത് 10,000-കണക്കിന് വിശ്വാസികളാണ്. പാരമ്പര്യവും ഐതിഹ്യവും ചരിത്രവും സമ്മേളിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കരിങ്കൽ കുരിശിൻ ചുവട്ടിലാണ് പുറത്തു നമസ്കാരം നടന്നത്. 3 നോമ്പിന്റെ ഭാഗമായി കുരിശിൻ ചുവട്ടിൽ പരമ്പരാഗതമായി നടത്തിവരുന്ന സമൂഹ പ്രാർത്ഥനയാണ് പുറത്തു നമസ്കാരം. പ്രദക്ഷിണമായി എത്തി മുത്തിയമ്മയുടെ തിരുസ്വരൂപം കരിങ്കൽ കുരിശിൻ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചതോടെ കർദിനാൾമാർ ജോർജ് കൂവക്കാട് സന്ദേശം നൽകി. നോമ്പ് എന്നാൽ ചുറ്റുമുള്ളവർക്ക് പ്രത്യാശയും ആശ്രയവും ആവുക എന്നതാണെന്നും ഏവരെയും ചേർത്ത് പിടിക്കുന്നതാണെന്നും കർദിനാൾ സന്ദേശത്തിൽ പറഞ്ഞു. ഏറ്റവും ശക്തിയേറിയതും അർത്ഥവത്തായതുമായ നോമ്പാണ് 3 നോമ്പെന്നും എല്ലാ തിന്മകളിൽ നിന്നുമുള്ള പിന്തിരിയലാണ് നോമ്പിലൂടെ സാധിക്കേണ്ടതെന്നും മാർ കൂവക്കാട് കൂട്ടിച്ചേർത്തു. ലെയോ 14 പാപ്പയുടെ ആശംസകളും അനുഗ്രഹവും കർദിനാൾ സന്ദേശത്തിൽ കൈമാറി. തുടർന്ന് കരിങ്കൽ കുരിശിൻ ചുവട്ടിൽ പുറത്തു നമസ്കാരം ആരംഭിച്ചു. കോട്ടയം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹായമെത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, ഗീവർഗീസ് മാർ അപ്രേം, ഫാദർ മൈക്കിൾ നെടുംതുരുത്തി പുത്തൻപുരയിൽ, ഫാദർ സിറിയക് പടപ്പുരയ്ക്കൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. വികാരി ജനറൽ ഫാദർ തോമസ് ആനിമൂട്ടിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകി. തുടർന്ന് കപ്ലോൻ വാഴ്ചയും നടന്നു. ഷെക്കേന ന്യൂസ്, കോട്ടയം.